വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇതിപ്പോൾ നല്ല ഇടിവെട്ടൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്. ഇടിവെട്ടി കഴിയുമ്പോൾ തന്നെ ഞങ്ങളുടെ പട്ടി കുരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി നോയ്സൊക്കെ നടക്കുന്നു. അതൊക്കെ ഈ മൈക്രോഫോൺ ക്യാൻസൽ ചെയ്യും എന്ന് എന്ന വിശ്വാസത്തോടെ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ക്രിസ്ത്യാനികൾക്ക് ഈ മൈക്രോഫോണിന് ഇതിനൊക്കെ നോയ്സ് ക്യാൻസലിംഗ് എന്ന് പറഞ്ഞ ഒരു എബിലിറ്റി ഉണ്ട്. അതിൻ്റെ ചുറ്റിനും ഉള്ള എല്ലാവിധ നോയ്സിനെയും അത് അപശബ്ദങ്ങളെയും അത് ക്യാൻസൽ ചെയ്യും. ആ കറക്റ്റ് കേൾക്കേണ്ട വചനം മാത്രം, വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസ് പറയുന്ന ആളുടെ കാര്യങ്ങൾ മാത്രം അത് കേൾക്കും, അത് പിടിച്ചെടുക്കും. ചുറ്റുമുള്ള നോയ്സൊക്കെ അത് ക്യാൻസൽ ചെയ്യും. അപ്പം അങ്ങനെ ഒരു ക്രിസ്ത്യാനിയും അപ്രകാരം തന്നെ ആകണം, അല്ലെങ്കിൽ ആകും. കർത്താവിൻ്റെ സ്വരം മാത്രം ശ്രവിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു വിളി അല്ലെങ്കിൽ ഒരു കൃപ കർത്താവ് അവന് നൽകും. ഇതിപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഇന്ന് കാലത്ത് ഞാൻ ലിങ്ക്ഡിനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റ് അവിടെ കിടക്കുന്നു. അപ്പം അതിനകത്ത് അവരൊരു പെർമാവി എന്ന് പറഞ്ഞ ഒരു മോഡലിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ന്യൂ ഇയറിലാണല്ലോ എല്ലാവരും പുതിയ പുതിയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യുന്ന, അതാണ് ഒരു മോഡേൺ ഡേ ട്രെൻഡാണ് ഗോൾ സെറ്റിംഗ്. ഗോളൊക്കെ കുറിച്ചിടുക, അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അതിനൊരു കറക്റ്റായിട്ടൊരു എങ്ങനെയുള്ള ഗോളുകളായിരിക്കും മിക്കവാറും നമ്മൾ പെർസ്യൂ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഗോളുകൾ പുറകെ പോയാലായിരിക്കും നമ്മൾ വിജയം വരിക്കുക. അതിനുള്ളൊരു ഫോർമാറ്റ് അവരുണ്ടാക്കിയിട്ടിരിക്കുന്നു. അതാണ് ഈ പെർമ വി എന്ന് പറഞ്ഞു. അതായത് നമ്മൾ പെർസ്യൂ ചെയ്യുന്ന ഗോളുകൾ നമുക്ക് തന്നെ അതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വികാരങ്ങൾ, ഒരു ഇമോഷൻസ് നമുക്ക് കിട്ടണം. അതുപോലെ എൻഗേജ്മെൻറ്റ്, നമ്മളതിനകത്ത് സ്വയം മറന്നു പോകാൻ നമുക്ക് സാധിക്കണം. സമയമെല്ലാം സമയം പെട്ടെന്ന് പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നമുക്ക് ഈ ഗോളിനോടനുബന്ധിച്ച ജോലികളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ സമയം പെട്ടെന്ന് പോയതായിട്ട് നമുക്ക് തോന്നണം. പിന്നെ ആർ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ്, കെയറിങ്, സപ്പോർട്ട്, ലവ്, അതെല്ലാം നമുക്ക് കിട്ടണം. അതുപോലെ മീനിങ്, എം ഫോർ മീനിങ്, മേക്കിംഗ് വേൾഡ് എ ബെറ്റർ പ്ലേസ്. ഈ നമ്മൾ ചെയ്യുന്ന ഈ പ്രോജക്റ്റ് കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഈ ലോകം കുറച്ചും കൂടി ഒരു നല്ല ലോകമായി മാറണം. അതുപോലെ എ ഫോർ അച്ചീവ്മെൻറ്റ് ഓർ സ്ട്രിങ് അച്ചീവ്മെൻറ്റ് ഓർ സക്സസ്. നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്തെന്ന്, ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും അച്ചീവ് ചെയ്തെന്നിട്ടുള്ള ഒരു തോന്നൽ. അതുപോലെ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ വളരെ ഹെൽത്തിയും എനർജറ്റിക്കുമാകണം. അതാണ് വൈറ്റാലിറ്റി. അപ്പോൾ ഇത് വി പെർമ വി എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ഇത് 1 to 10 സ്കെയിൽ ഇത് റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വചനധ്യാനവും വചന പ്രഘോഷണവും ക്രിസ്ത്യാനിയായിട്ടുള്ള ജീവിതവും അതാണ് ഇതിനകത്തെ എല്ലാം ഒരു 10-ൽ 10 എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പോസിറ്റീവ് ഇമോഷൻസ്, കർത്താവിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പരിശുദ്ധാരൂപിയാൽ നിറയും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള
വിചാരങ്ങളെ കൊണ്ടും ഒക്കെ നമ്മൾ നിറയും. അതുപോലെ എൻഗേജ്മെന്റ്, എത്ര നേരം വേണമെങ്കിലും ബൈബിൾ വായിക്കാം, എത്ര നേരം വേണമെങ്കിലും ബൈബിൾ മെഡിറ്റേറ്റ് ചെയ്യാം. അത് ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒരു കാര്യമാണ്. അതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ മൗനമായിട്ടിരിക്കാം. അതെല്ലാം ഒരു വിശ്വാസിക്ക് സാധിക്കും. റിലേഷൻഷിപ്പ്, കെയറിങ്, സപ്പോർട്ട് ആൻഡ് ലവ്. നമ്മൾ ഇതിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ, സമാന മനസ്കരായ വിശ്വാസികളുടെ ഗ്രൂപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അവിടെ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് നമുക്ക്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യലും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ വർത്തിക്കലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ മീനിങ്, മേക്കിംഗ് വേൾഡ് എ ബെറ്റർ പ്ലേസ്. നമ്മുടെ ജീവിതവും നമ്മുടെ ഉപദേശവും നമ്മുടെ വചന പ്രഘോഷണവും മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന നന്മകളും എല്ലാം കൂടെ ചേർന്ന് ഈ ലോകം കുറച്ചും കൂടി ഒരു നല്ല സ്ഥലമായി മാറും. അതുപോലെ അച്ചീവ്മെൻറ്റ്, സ്ട്രൈവിങ് ഫോർ സക്സസ്, പലപ്പോഴും പല തഴക്കദോഷങ്ങളുമൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. ക്രിസ്തുവിൻ്റെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ നമ്മൾ ആധ്യാത്മികമായി കുറേശ്ശെ ഉയരുമ്പോൾ നമുക്ക് ആ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്, ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഹൃദയ പരമാർത്ഥതയോടെ നിൽക്കുവാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്കതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഇതെല്ലാം ചെയ്യുമ്പോൾ വൈറ്റാലിറ്റി, നമ്മൾ ആരോഗ്യമുള്ളവരാകും, ശരീരത്താലും മാനസികമായും. വിൽ ബി ഹെൽത്തി ആൻഡ് എനർജറ്റിക്. നമ്മൾ എത്ര പ്രായമായാലും നമ്മൾ തളരാതെ മുന്നോട്ട് ഓടുവാനുള്ള ശക്തി നമ്മൾക്ക് കർത്താവ് പ്രദാനം ചെയ്യും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് വേറെ എന്തൊക്കെ പ്രോജക്റ്റുകൾ എനിക്കുണ്ട്, പക്ഷേ ക്രിസ്തുവിനെ ആത്മാർത്ഥമായി അനുധാവനം ചെയ്യുക എന്ന അതിലാണ് ഇതിലെല്ലാത്തിലും 10-ൽ 10 കിട്ടുന്നത്. അപ്പൊ കർത്താവ് തന്നെ പറയുന്നു, സങ്കീർത്തനം 1-ൽ 2 മാർഗങ്ങൾ: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിരു പോലെയാണ് അവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒത്തിരി വചനങ്ങൾ ബൈബിളിലുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പൊക്കെ പറഞ്ഞില്ലേ, കഴുകൻ ചിറകടിച്ചുയരുന്നത് പോലെ നമ്മുടെ ശക്തിയെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കും. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ വളരെയധികം ഫലം പുറപ്പെടുവിക്കും. ഈ ബൈബിളിലെ ഒട്ടനവധി വചനങ്ങൾ നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നവയാണ്. അതുപോലെ നീ എൻ്റെ രാജ്യം അന്വേഷിക്കുവിൻ, അതിനോടൊപ്പം ബാക്കിയെല്ലാം നിനക്ക് ചേർത്ത് നൽകപ്പെടും എന്നൊക്കെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ
പൂർണ്ണ ഹൃദയത്തോടെ അനുധാവനം ചെയ്യുന്നവൻ, അവൻ്റെ ജീവിതം സന്തോഷപ്രദമാകും, അവന് സമാധാനമുണ്ടാകും. അവന് ഈ ലോകത്തിലെ പിരിമുറുക്കങ്ങളിൽ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളൊന്നും അവന് അവന് അവനുണ്ടാവുകയില്ല. കാരണം അവൻ സമാധാനത്തിലാണ് ജീവിക്കുന്നത്, അവൻ സന്തുഷ്ടനാണ്. ഈസ് വെരി കോണ്ടന്റ് ഈസ് വെരി കോണ്ടന്റ് അബൌട്ട് വാട്ട് ഈസ് ഡൂയിങ്. ഈ ഇതില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടാവുകയില്ല. അപ്പോൾ വേറൊരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി കിടക്കുന്ന ഒരു ചെറിയൊരു കാർട്ടൂണാണ്. അതായത് നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിലല്ല, ഉള്ളവ നമ്മൾ എങ്ങനെ ആസ്വദിക്കുന്നു എന്നതിലാണ് യഥാർത്ഥ സന്തോഷം. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സംഭവമാണ് ദൈവവചനം. അത് നമ്മൾ എപ്രകാരം ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിത വിജയവും പരാജയവും മരണാനന്തര ജീവിതവും എല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതം ഒരു ഭാരമായിട്ടല്ല, ഒരു ഒരു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ആനന്ദത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ കുതിച്ച് ചാടുന്ന, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ തുള്ളിച്ചാടുന്ന ഒരു ഒരു രീതിയിലേക്ക് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം മാറട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.